ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് കാണുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റിയ അടിപൊളി പിസ്സയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ആദ്യം കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും എടുത്ത് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം മുന്നേ നമ്മൾ ആക്കി വെച്ചിരുന്ന ഈസ്റ്റ് ഇട്ട് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊങ്ങി വരും. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത് മൈദമാവ് കുഴച്ച് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. അതിലേക്ക് 3 തക്കാളി, 2 വെളുത്തുള്ളി, 3 ചുവന്ന മുളക്, ഉണക്കമുളകില്ലേ ഇത് വേവിച്ചെടുക്കാം നമുക്ക്. തക്കാളിക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വിരട്ടെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ തക്കാളി ഇത് വേവിച്ചെടുത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തോല് കളഞ്ഞ് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച പേസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ചതവുണ്ടല്ലോ, നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് ഈ സോസ് നമ്മൾ ഒഴിക്കേണ്ടത്. ഞാനത് മറന്നിരുന്നു, പിന്നെയാണ് അത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കുറുകി വരുന്ന ടൈമിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ കുറുകി വരുമ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിസ്സയിലേക്കുള്ള സോസ് റെഡിയായി. ഇനി അതിലേക്ക് ചിക്കന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യം തക്കാളി, വലിയ ഉള്ളി, ക്യാപ്സിക്കം ഇവയാണ്. പിന്നെ അതിലേക്ക് ചീസും, ഞാൻ സ്ലൈസ് ചീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല മൈദമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കുഴച്ചെടുത്ത് പിസ്സ ഉണ്ടാക്കുന്നത് ഞാൻ ഫ്രൈ പാനിലാണ്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഫ്രൈ പാനിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ കുഴച്ചെടുത്ത മൈദമാവ് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഈ പരുവത്തിൽ ആക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് അതിലേക്ക് ഒഴിച്ചെടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി, ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ചീസ്, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചിക്കന് എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ചിക്കന് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല, എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കി വെച്ച് സിമ്മിലിട്ടിട്ട് നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാൻ വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. എന്നിട്ടത് വെന്ത് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഈർക്കിളി, നമ്മളെ ഓലമത്തെ ഈർക്കിളി ഉണ്ടാവില്ലേ, അതെടുത്ത് നന്നായിട്ട് ഫ്രഷ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക.
അപ്പോൾ അതുമ്മേൽ ഒന്നും ഒട്ടിക്കിടക്കണില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. എന്തെങ്കിലും അതുമ്മ ഒട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ്, കുറച്ച് സമയം കൂടെ വേവിക്കണം എന്നാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതുമ്മേലൊന്നും കാണുന്നില്ല. അപ്പോൾ അതാ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല. അതൊന്നും ഇടാതെ തന്നെ അത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് പിസ്സ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള പിസ്സയാണ്. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.